ഹേ ഗായ്സ്, നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ബട്ടർഫ്ലൈ ബീച്ചിലാണ് വന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ സ്കൂട്ടറിലാണ് വന്നത്. ഇവിടെ ഓഫ് റോഡാണ്, ഇതൊരു കാട്ടിനകത്താണ് ഈ ബട്ടർഫ്ലൈ ബീച്ച് വരുന്നത്. അപ്പം ഓഫ് റോഡ് ആയതുകൊണ്ട് നല്ല പൊടിയായിരുന്നു. അപ്പം നമുക്ക് ബട്ടർഫ്ലൈ ബീച്ചിൽ പോകാം. നമ്മൾ ഇതിനകത്ത് കൂടെയാണ് പോവേണ്ടത് ബീച്ചിലെത്താൻ. രണ്ട് സൈഡ് ഫുൾ കാട്. ലുക്ക് ലുക്ക്, ഓ ഗോഡ്. ഇവിടെ ഒന്നുമില്ല. ആരെയൊക്കെ സൗണ്ട് കേൾക്കുന്നു. ആള് കാണും. ബീച്ചിലെത്തി നമ്മൾ. കാട്ടിന്റെ ഇടയിൽ കൂടെ നമ്മൾ ബീച്ചിലെത്തി ഗായ്സ്. വാവ്. ഇവിടെ നല്ല വെട്ടമുണ്ട്. നമ്മളതാ ബട്ടർഫ്ലൈ ബീച്ചിലെ ബോട്ടിങ്ങിന് കയറിയായിരുന്നു. കണ്ടാ, നമ്മൾ കടലിന്റെ കൂടെ ബോട്ടിൽ പോവേന് ഗായ്സ്. അതാണ് ഗായ്സ് ആമയുടെ ഷേപ്പുള്ള പാറ. കറക്റ്റ് ആമയുടെ ഷേപ്പ് ബോട്ട് ഓട്ടിക്കുന്ന ആൾ നമുക്ക് കാണിച്ചു തന്നായിരുന്നു. കറക്റ്റ് അതുപോലെ ഇല്ലേ? നമ്മൾ ബോട്ടിൽ നിന്ന് ഹണിമൂൺ ബീച്ചിൽ വന്നു. ഇതൊരു ഐലൻഡാണ്, ഹണിമൂൺ ബീച്ച്. ഇതാണ് ഗൈസ്. ഇത് ക്രോക്കഡൈൽ ഷേപ്പിലുള്ള പാറയാണ് ഗൈസ്. ഇത് ഫൂട്ട് റോക്ക് ആണ് ഗൈസ്. നമ്മളെ ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് ഫൂട്ട് പോലെ ഇരിക്കുന്നു. ബട്ടർഫ്ലൈ ബീച്ച്. നമ്മളങ്ങനെ ബട്ടർഫ്ലൈ ബീച്ചൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന വഴി കരിങ്കുരങ്ങിനൊക്കെ കണ്ട് ഗൈസ്. ചാടിപ്പോയത്. സോ ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഗോൺ ബൈറ്റ്. നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ചിക്കൻ സാൻഡ്വിച്ചും ബ്രെഡ് ഓംലെറ്റും ആയിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ റൂമിലാണ് പോയത്. എന്നിട്ട് റൂമിൽ നിന്ന് വൈകിട്ട് വീണ്ടും പാലോലം ബീച്ചിൽ പോയി സൺസെറ്റ് എല്ലാം കണ്ടു. എന്നിട്ട് തിരിച്ച് റൂമിൽ പോയിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് അവിടെ റൂമിന്റെ അടുത്തുള്ളൊരു റെസ്റ്റോറന്റിൽ വന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ നോർത്ത് ഗോവയിലോട്ടാണ് പോയത്. അപ്പോൾ പോണ വഴിയാണിത്. നമ്മള് നോർത്ത് ഗോവയിൽ എത്തിയിട്ട് ആദ്യം പോയത് ഈ ചർച്ചിലാണ്. ഞാൻ മുകളിലെ ചർച്ചിന്റെ പേര് ആഡ് ചെയ്തിട്ടുണ്ട്.
ഇത് ആ ചർച്ചിന്റെ തന്നെ വെളിയിലെ ഭാഗമാണ്. നല്ല വലിയ പള്ളിയായിരുന്നു ഗൈസ്. പണ്ടത്തെ പള്ളിയില്ലേ, എന്നിട്ട് ഇവിടുന്ന് ഓപ്പോസിറ്റ് കാണുന്നത് ഒരു ചർച്ചാണ്. നമ്മള് അടുത്തത് പിന്നെ അവിടെയാണ് പോയത്. അപ്പൊ ഇതാണ് ഗൈസ് ആ പള്ളി. മറ്റേ ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്ന് നമ്മൾ ഇങ്ങോട്ടായിരുന്നു. ഈ ചർച്ചിന്റെ പേര് ഞാൻ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മൾ ചർച്ചിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ ലഞ്ച് കഴിക്കാനായിരുന്നു പോയത്. സൂപ്പ് ഓർഡർ ചെയ്തായിരുന്നു, പിന്നെ വെജ് താലി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഈ ടവർ കാണാനാണ് പോയത് ഗൈസ്. ഇതിന്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യാം. ഇത് നമ്മൾ അവിടെ ഇറങ്ങിയില്ലായിരുന്നു, പോണ വഴി കണ്ടു. പിന്നെ നമ്മൾ പോയത് ഈ സ്ഥലത്താണ് ഗൈസ്. പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല, അതാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് പേരില്ല. ഇത് ഒരു ഫേമസ് കഫേയിലോട്ടാണ് നമ്മൾ പോകുന്നത്. കഫേയിൽ കേറിയില്ല, നല്ല തിരക്കായിരുന്നു. ഇതാണ് ആ കഫേ. പിന്നെ നമ്മൾ നേരെ റൂമിലാണ് വന്നത്. നമ്മൾ റൂമിലെത്തിയപ്പോ വൈകിട്ടായി, അല്ല സന്ധ്യയായിരുന്നു. ഇതാണ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത റിസോർട്ട്, മേഫീൽഡ് റിസോർട്ട്. അപ്പൊ ഇതായിരുന്നു നമ്മളെ റൂം. ബാൽക്കണി റൂമായിരുന്നു, ബാൽക്കണി വ്യൂ. റൂമിലെത്തി ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ബാഗ ബീച്ചിലാണ് പോയത്. നോർത്ത് ഗോവയിലെ മെയിൻ സ്ഥലമാണ് ബാഗ ബീച്ച്. അവിടെ ഫുൾ ഓണായിരുന്നു, പാർട്ടി വൈബൊക്കെ ആയിരുന്നു, പിന്നെ പാട്ട് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറച്ചത്. അവിടെ ഡാൻസ് പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഫോർട്ടിലാണ് പോവാൻ പോണത്. ഇത് ആ ഫോർട്ടിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് സീ വ്യൂ ആണ് കിട്ടിയത്. നല്ല അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് കാണാൻ നല്ല രസമായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരത്തെ കാണുമ്പം നല്ല ഭംഗിയായിരുന്നു ഗൈസ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനായിരുന്നു പോയത്. സൂപ്പ് ഓർഡർ ചെയ്തായിരുന്നു, പിന്നെ ഞാനൊരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോ ഡേ 2 ഇൻ ഗോവയാണ് നമ്മളിപ്പോ ഉള്ളത്. ഡേ 2 അല്ല, ഡേ 3 ഇൻ ഗോവ. നമ്മളിപ്പോ ഉള്ളത് നോർത്ത് ഗോവയിലാണ്. ഡേ 2 ഡേ 3 എല്ലാം ഒരുമിച്ചിട്ട്, അതാണ് ആ വീഡിയോ ഞാൻ ഇട്ടിരുന്നത് ഇടയിൽ.
നമ്മളിതാ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകണം. പാരാസൈലിംഗ് കൊണ്ട്, ബനാന കൊണ്ട്, ജെറ്റ് സ്കി ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്, പിന്നെ എന്തിനും ബമ്പർ ക്ലാസ്. അപ്പൊ ഞാൻ പോയി ചെയ്തിട്ട് വരാം. കണ്ടോവൻ ബീച്ചിലാണ് ഗൈസ്. ഫസ്റ്റ് ഞാൻ ജെറ്റ് സ്കി ആണ് ചെയ്തത്. അത് അവര് ഒരു റൗണ്ട് കൊണ്ടുപോയി കറക്കിയിട്ട് ഇങ്ങ് കൊണ്ടുവരും. കൊള്ളായിരുന്നു, സ്പീഡിൽ ഞാൻ പോയത്. നമ്മുടെ ബാക്കിൽ ആളിരിക്കും. പിന്നെ പാരാസെയിലിങ്ങിനാണ് പോയത്. അത് ഞാനാണ് എന്തോ പറക്കണത്. എൻ്റെ ഹസ്ബൻഡോ ഞാനോ ആണ്. കാര്യം ദൂരെ നിന്നാണ് വീഡിയോ എടുത്തത്. ഫോൺ നമ്മൾ കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെടുത്ത വീഡിയോ ആണ്, ദൂരെ നിന്ന് സൂം ചെയ്തെടുത്ത. കൊള്ളായിരുന്നു ഗൈസ്. അതും ഇറ്റ്സ് എ എക്സ്പീരിയൻസ്. So guys, thanks for watching my video. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.